ഒരിക്കൽ പാണ്ഡുരാജൻ തൻ്റെ ഭാര്യമാരായ കുന്തിയെയും മാദ്രിയെയും കൂട്ടി വനത്തിൽ നായാട്ടിനു പോയി. കാട്ടിൽ വെച്ച് ഇണചേർന്നുകൊണ്ടിരുന്ന ഒരു കലമാനെ പാണ്ഡു അമ്പെയ്ത് കൊന്നു. ഇണചേരുന്ന അവസരത്തിൽ ഒരു മൃഗത്തെയും ഉപദ്രവിക്കാൻ പാടില്ലാത്തതാണ്. പാണ്ഡുവിൻ്റെ അമ്പേറ്റ് മരിച്ച മൃഗം കിന്തമൻ എന്നു പേരുള്ള ഒരു മഹർഷിയായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് മഹർഷിയുടെ രൂപം കൈക്കൊണ്ട കലമാൻ പാണ്ഡുവിനെ ശപിച്ചു. വികാരവായ്പോടെ സ്ത്രീകളെ തൊട്ടാൽ തൽക്ഷണം തന്നെ നീ മരിച്ചു വീഴും. മഹർഷിയുടെ ശാപവാക്കുകൾ കേട്ട പാണ്ഡുവും ഭാര്യമാരും പരിഭ്രമിച്ചു നിൽക്കെ കിന്തമൻ കാലപുരി പൂകി. സുന്ദരികളായ 2 ഭാര്യമാരിലും സന്താന സൗഭാഗ്യം സിദ്ധിക്കാതിരുന്ന പാണ്ഡുരാജൻ അതീവ ദുഃഖിതനായി. മുനിയുടെ ശാപം ഫലിക്കുമെന്നതിനാൽ ഭാര്യമാരെ സ്പർശിക്കാനും നിർവാഹമില്ല. അതിനാൽ സിംഹാസനം ത്യജിച്ച് സന്യാസം സ്വീകരിക്കാമെന്ന് പാണ്ഡു തീരുമാനിച്ചു. ആ വാർത്ത കുന്തിയെയും മാദ്രിയെയും ദുഃഖത്തിലാഴ്ത്തി. അതിനാൽ ഭാര്യമാരോടൊത്ത് വാനപ്രസ്ഥം സ്വീകരിക്കുകയാണ് നല്ലതെന്ന് പാണ്ഡുവിന് തോന്നി. താൻ വാനപ്രസ്ഥം സ്വീകരിക്കുന്നുവെന്ന വിവരം ദൂതൻ വഴി ഹസ്തിനപുരത്തിൽ അറിയിച്ച പാണ്ഡു കുന്തിയും മാദ്രിയുമൊത്ത് പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ച് ഒടുവിൽ ശതശൃംഗം എന്ന വനപ്രദേശത്ത് ഒരു ആശ്രമം പണിത് അതിൽ താമസമാക്കി. തികഞ്ഞ തപോനിഷ്ഠയോടു കൂടിയാണ് പാണ്ഡുവും ഭാര്യമാരും ശതശൃംഗാശ്രമത്തിൽ കഴിഞ്ഞു വന്നത്. അവരുടെ തപോനിഷ്ഠയിൽ സന്തുഷ്ടരായ താപസന്മാർ പാണ്ഡുവിന് ഉത്തമന്മാരായ പുത്രന്മാർ ജനിക്കുമെന്ന് ആശീർവദിച്ചു. പക്ഷേ കിന്തമമുനിയുടെ ശാപ പശ്ചാത്തലത്തിൽ തനിക്ക് മക്കൾ ഉണ്ടാവുന്നതെങ്ങനെ എന്നുള്ള പാണ്ഡുവിൻ്റെ ചോദ്യത്തിന് ബുദ്ധിപൂർവം ചിന്തിച്ചാൽ അതിനുള്ള മാർഗവുമുണ്ട് എന്നായിരുന്നു താപസന്മാരുടെ മറുപടി. പാണ്ഡു കുന്തിയെ വിളിച്ചു പറഞ്ഞു, പൃഥേ, നമുക്ക് മക്കളുണ്ടാവാൻ വിഷമമാണെന്ന വസ്തുത നിനക്കറിയാമല്ലോ. മുനിയുടെ ശാപവാക്കുകൾ നീയും കേട്ടതല്ലേ. സന്താനങ്ങളില്ലെങ്കിൽ വംശം നിലനിർത്താൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല പിതൃക്കൾക്കു പോലും ഗതി കിട്ടുകയില്ല. പാണ്ഡുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തൻ്റെ മനസ്സിൽ മറന്നു കിടന്നിരുന്ന ഒരു കാര്യം കുന്തിയുടെ ഓർമ്മയിലെത്തി. കുന്തിഭോജന്റെ കൊട്ടാരത്തിലെത്തിയ ദുർവാസാവു മഹർഷിയെ കുന്തി പരിചരിച്ചതിൽ സംതൃപ്തനായ മഹർഷി അന്നവൾക്ക് നൽകിയ വരപ്രസാദത്തിന്റെ കാര്യമാണ് കുന്തി ഓർത്തത്. അദ്ദേഹം അന്ന് നൽകിയ ആ വരമന്ത്ര ശക്തി കൊണ്ട് ദേവന്മാരിൽ നിന്നുപോലും സന്താനലബ്ധി കൈവരിക്കുവാൻ കുന്തിക്ക് കഴിയുമായിരുന്നു. ആ മന്ത്രം സിദ്ധിച്ച അന്ന് തന്നെ പരീക്ഷിച്ചു നോക്കിയതാണ് കുന്തി സൂര്യഭഗവാനിൽ നിന്നും കർണനെ സ്വന്തമാക്കിയത്. കർണനെ കുന്തി പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ദുർവാസാവു മഹർഷി തനിക്ക് നൽകിയ മന്ത്രശക്തി കൊണ്ട് സന്താനോൽപാദനം കഴിയുമെന്ന വസ്തുത അവൾ പാണ്ഡുവിനോട് പറഞ്ഞു. അത് കേട്ട പാണ്ഡുവിന് വളരെ സന്തോഷമായി. വരമന്ത്രസിദ്ധിയാൽ കുന്തി ആദ്യമായി ധർമ്മരാജനെ പ്രാർത്ഥിച്ച് ആവാഹിച്ച് ധർമ്മരാജനിൽ നിന്നും ഒരു കുഞ്ഞിനെ സ്വന്തമാക്കി. കുന്തിക്ക് പുത്രനുണ്ടായ വസ്തുത ഹസ്തിനപുരിയിൽ വെച്ച് അറിഞ്ഞ ധൃതരാഷ്ട്രപത്നി ഗാന്ധാരിക്ക് കടുത്ത നിരാശ തോന്നി. താൻ ഗർഭിണിയായിട്ട് 1 വർഷമായി, എന്നിട്ടും പ്രസവം നടന്നിട്ടില്ല. വ്യാസമഹർഷിയാകട്ടെ തനിക്ക് 100 പുത്രന്മാരുണ്ടാവുമെന്ന് ആശീർവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്തിയാണിപ്പോൾ ആദ്യം അമ്മയായിരിക്കുന്നത്. അക്കണക്കിന് കുരുവംശത്തിലെ കിരീടാവകാശം സ്വാഭാവികമായും കുന്തിപുത്രന് വന്നു ചേർന്നിരിക്കുകയാണ്. ഈ വക ചിന്തകൾ കൊണ്ട് സമനില തെറ്റുമെന്ന് തോന്നിയ ഗാന്ധാരി പൂർണ്ണഗർഭം ധരിച്ചിരുന്ന തൻ്റെ വയറ് ശക്തിയായി കശക്കി തിരുമ്മി. അപ്പോൾ വയറ്റിൽ നിന്ന് ഒരു മാംസപിണ്ഡം പുറത്തു വന്നു. ദിവ്യദൃഷ്ടി കൊണ്ട് ഈ സംഭവം മനസ്സിലാക്കിയ വ്യാസമഹർഷി ഉടൻ തന്നെ സ്ഥലത്തെത്തി ആ മാംസപിണ്ഡം 100 കഷ്ണങ്ങളാക്കി. എന്നിട്ട് ആ ഓരോ കഷ്ണവും നെയ് നിറച്ച ഓരോ കുടങ്ങളിൽ ആക്കി. തനിക്കൊരു പുത്രിയെ കൂടി വേണം എന്നുള്ള ഗാന്ധാരിയുടെ ആഗ്രഹം കേട്ട വ്യാസൻ മാംസപിണ്ഡത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം വാരിക്കൂട്ടി മറ്റൊരു കുടത്തിലുമാക്കി. ഈ 101 കുടങ്ങളും മൂടിക്കെട്ടി ഒരറയിൽ സൂക്ഷിച്ചു. ധർമ്മരാജനിൽ നിന്നും കുന്തിക്കുണ്ടായ പുത്രന് യുധിഷ്ഠിരൻ എന്ന് നാമകരണം ചെയ്തു. അടുത്തതായി പാണ്ഡുവിൻ്റെ ആഗ്രഹപ്രകാരം വായുദേവനെ ആവാഹിച്ച് അവൾ മറ്റൊരു കുഞ്ഞിനെ സ്വന്തമാക്കി. ആ കുഞ്ഞിന് ഭീമൻ എന്ന് നാമകരണം ചെയ്തു. ഹസ്തിനപുരിയിലെ അറയിൽ സൂക്ഷിച്ച 101 നെയ്ക്കുടങ്ങളിൽ ആദ്യത്തേത് പൊട്ടി. ഗാന്ധാരിയുടെ ആദ്യ പുത്രൻ പുറത്തേക്ക് വന്നു. ആ സമയം കുറുക്കന്മാരുടെ ഓരിയിടൽ തുടരെ കേട്ടു. മാത്രമല്ല പല ദുർനിമിത്തങ്ങളും പ്രകൃതിയിൽ കാണാനിടയായി.
കുട്ടി ജനിച്ചപ്പോഴത്തെ ദുർനിമിത്തങ്ങൾ മനസ്സിലാക്കിയവരെല്ലാം ആ കുട്ടിയെ ഉപേക്ഷിക്കുവാൻ ധൃതരാഷ്ട്രരെ ഉപദേശിച്ചു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. ഗാന്ധാരിയുടെ ആദ്യ പുത്രന് ദുര്യോധനൻ എന്ന് നാമകരണം ചെയ്തു. ബാക്കിയുള്ള 100 കുടങ്ങൾ ഓരോന്നായി പൊട്ടി ഓരോ കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. ധൃതരാഷ്ട്രർക്ക് 100 പുത്രന്മാരുണ്ടായി. ഏറ്റവും അവസാനം 101ാമത്തെ കുടവും പൊട്ടി. അതിൽ നിന്ന് പുറത്തു വന്നത് പെൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞിന് ദുശള എന്നാണ് പേരിട്ടത്. അങ്ങനെ ഗാന്ധാരി ധൃതരാഷ്ട്ര ദമ്പതികൾക്ക് 100 പുത്രന്മാരും ഒരു പുത്രിയുമായി 101 മക്കൾ ജനിച്ചു. ആ ഇടയ്ക്ക് ഗാന്ധാരിയുടെ പരിചാരികയായിരുന്ന ഒരു വൈശ്യകന്യകയിൽ ധൃതരാഷ്ട്രർക്ക് മറ്റൊരു പുത്രൻ കൂടി ജനിച്ചു. ആ കുഞ്ഞിന് യുയുത്സു എന്ന് നാമകരണം നടത്തി. യുധിഷ്ഠിരനെയും ഭീമനെയും പുത്രന്മാരായി ലഭിച്ച പാണ്ഡുവിന് അതിപ്രതാപിയായ ഒരു മകൻ കൂടി ഉണ്ടായാൽ കൊള്ളാമെന്ന് മോഹമുദിച്ചു. അതിന് ദേവേന്ദ്രനെ ആവാഹിക്കാൻ അദ്ദേഹം കുന്തിയെ ഉപദേശിച്ചു. അങ്ങനെ കുന്തി ദേവേന്ദ്രനെ ആവാഹിച്ച് കിട്ടിയ കുഞ്ഞിന് അർജുനൻ എന്ന് പേരിട്ടു. സന്താനലബ്ധിക്കായി ദുർവാസാവ് മുനി നൽകിയ മന്ത്രത്തിൽ ഒരെണ്ണം ബാക്കി വന്നു. മാദ്രിക്ക് ഇതേവരെ മാതാവാകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനാൽ പാണ്ഡുവിന്റെ താല്പര്യപ്രകാരം കുന്തി ആ മന്ത്രം സന്തോഷപൂർവ്വം മാദ്രിക്ക് നൽകി. ആ മന്ത്രത്തിന്റെ സഹായത്താൽ അശ്വിനി ദേവകളെ ആവാഹിച്ച് മാദ്രി ഒരേ സമയം 2 പുത്രന്മാരെ നേടിയെടുത്തു. ആ കുഞ്ഞുങ്ങൾക്ക് നകുലനെന്നും സഹദേവനെന്നും പേരിട്ടു. പഞ്ചപാണ്ഡവർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ പാണ്ഡുവിന്റെ 5 പുത്രന്മാരും തികഞ്ഞ ധർമ്മനിഷ്ഠയോടുകൂടി വളർന്നു വന്നു.